വീണ്ടും മാതാവിനോട് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു. എല്ലായിടത്തും ഞാൻ തള്ളപ്പെടുവാണല്ലോ അമ്മേ, എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല. എനിക്കെൻ്റെ കുടുംബം, മാതാപിതാക്കൾ, മറ്റുള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കൊരു ജോലി വേണം. അമ്മ എന്നെ സഹായിക്കണേ എന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഒരു യോഗ്യതയോ കഴിവുകളോ ഇല്ലാത്ത എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് സിമി ജോൺ. ഞാൻ 2022 ജൂലൈ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് ഒരു 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. വീണ്ടും ആ വിക്ക് തുടർന്ന് കൊണ്ടേയിരുന്നു. എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്ത് അതിൻ്റെ ഫലമായി നിയോഗം വെച്ചു. നേർച്ച വസ്തുക്കൾ ഞാൻ എല്ലാ ദിവസവും അവർക്ക് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അവളുടെ വിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കേസ് ഹസ്ബൻഡിൻ്റെ പേരിലും കൂടെയുള്ളവരുടെ പേരിലും ഉണ്ടായി. ആ കേസ് 4 വർഷത്തോളമായിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ കേസ് അവസാനിക്കുകയും എനിക്ക് ഹസ്ബൻഡിന് പാസ്പോർട്ട് എടുക്കാനും സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഞാനൊരു നേഴ്സാണ്. OET 6ാമത്തെ വട്ടമാണ് ഞാൻ പാസ്സായത്. ഞാൻ ഒരു 4 വർഷത്തോളമായിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയും 2-2.5 വർഷത്തോളം OETക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തു. 6ാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചു. ഇതിന് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് എക്സാമിൻ്റെ 15 ദിവസം മുന്നേ എനിക്ക് സിക്കായി. പനി, ചുമ, തൊണ്ടവേദന, ഒട്ടും സൗണ്ടില്ല. ആ സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്തോളാൻ പറഞ്ഞു. പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ അന്വേഷിച്ചപ്പം 14,000 കൊടുക്കണമെന്ന് പറഞ്ഞു. എക്സാമിന് വേണ്ടി 35,000 നമുക്ക് ഫീസ്. അതിൻ്റെ കൂടെ ഒരു 14,000 പൈസ കൊടുക്കാനുള്ള ഇല്ലാത്തത് കൊണ്ട് ഞാൻ നന്നായി അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ച് വചനമെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, വറ്റാത്ത നീരുറവുകയും നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ആകുമെന്നുള്ള വചനമാണ് എനിക്ക് കിട്ടിയത്. ആ വചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. അതുപോലെ തന്നെ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വചനം, ദൈവം അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. ഈ വചനത്തിനെല്ലാം ഞാൻ പരിപൂർണമായി വിശ്വസിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി. ഞാൻ എക്സാം എഴുതാൻ പോയപ്പം നേർച്ച വസ്തുക്കൾ ഞാൻ തേൻ കഴിച്ചും തൈലം കൊണ്ട് കുരിശ് വരച്ചും തൊണ്ടയിൽ നെറ്റിയിലെല്ലാം ഞാൻ കുരിശ് വരച്ചു. ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയത്. ഇരുന്ന സീറ്റിൽ ഞാൻ ഉപ്പ് വെതറി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പെടുത്ത് എൻ്റെ നാവിൽ വയ്ക്കുമായിരുന്നു. എനിക്ക് ലിസണിങ് ഒക്കെ ഒന്ന് കേൾക്കാൻ പോലുമുള്ള ഒരു അത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. 6 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 3 ക്വസ്റ്റ്യൻ ശരിക്കും അർത്ഥം മനസ്സിലാക്കി വായിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. പക്ഷെ ഞാൻ ഓരോന്ന് ബബിൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലിരുന്ന് അതല്ല ഇത് എന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. ഒത്തിരി മാർക്കൊന്നും ഞാൻ അമ്മയോട് ചോദിച്ചില്ല. എനിക്ക് പാസ് മാർക്ക് ഞാൻ ചോദിച്ചുള്ളൂ. അവിടെ എല്ലാം അമ്മ എന്നെ അനുഗ്രഹിച്ച് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി. അങ്ങനെ അയർലൻഡ് സ്കോർ കിട്ടി. ഞാൻ 2023 DL കിട്ടി. അങ്ങനെ പല ഇൻ്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു 6-7 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ചിലത് പാസ്സാകും, ചിലത് ഫെയിലാകും. അങ്ങനെ പാസ്സായി കഴിഞ്ഞാലും എനിക്ക് ഓഫർ ലെറ്റർ വരാറില്ല. കാരണം അപ്പോഴത്തേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ ഫ്രീസായി. അങ്ങനെ വീണ്ടും ഞാൻ 2024 ജൂണിൽ വീണ്ടും അടുത്ത ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂവിൽ ഓഫർ ലെറ്റർ കിട്ടി, കോൺട്രാക്റ്റ് കിട്ടിയില്ല. ഈ വരുന്ന അടുത്ത മാസം എൻ്റെ OET എക്സ്പയർ ആകും. ഞാൻ വീണ്ടും മാതാവിനോട് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു. എല്ലായിടത്തും ഞാൻ തള്ളപ്പെടുവാണല്ലോ അമ്മേ, എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല. എനിക്കെൻ്റെ കുടുംബം, മാതാപിതാക്കൾ, മറ്റുള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കൊരു ജോലി വേണം. അമ്മ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. അവിടെ മാതാവ് ഇടപെട്ട് ജനുവരി 15-ാം തീയതി എനിക്ക് കോൺട്രാക്റ്റ് തന്നു. ഉടനെ എൻ്റെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്ന് ജനുവരി 20-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ച് 30 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വിസ കിട്ടുന്നില്ല. ഏജൻസിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഡൽഹിയിൽ എംബസിയായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല.
കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഈ അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ വിസ വന്നില്ല എന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടേടി, നീ പറഞ്ഞു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ചെന്ന് 21-ാം തീയതി ശനിയാഴ്ച എംബസിയിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ PCC സബ്മിറ്റ് ചെയ്തത് വാലിഡല്ല, വാലിഡുള്ളത് സബ്മിറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഒരാളെ ഏർപ്പാടാക്കി. അദ്ദേഹം മൂലം ഞങ്ങൾക്ക് എംബസിയിൽ നിന്ന് ഞങ്ങളെ വിളിക്കാനും ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടി. അതെന്താണ് ഞങ്ങളുടെ കുറവെന്ന് മനസ്സിലാക്കി തരാനും അത് സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വിസ കിട്ടി. എനിക്ക് 25-ാം തീയതി ഡിസ്പാച്ച്ഡായി എന്നും 27-ാം തീയതി എനിക്ക് വിസ കൈ കിട്ടി. ഇന്നലെ വിസ കൈ കിട്ടി, എനിക്ക് ടിക്കറ്റ് കിട്ടി. എനിക്ക് 4-ാം തീയതി അയർലൻഡിലേക്ക് പോകണം. അതോടൊപ്പം വരുന്ന 8-9 തീയതികളിൽ എനിക്ക് എക്സാമാണ്. പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത്, മാതാവിൻ്റെ പേര് ഇതെല്ലാം ചേഞ്ച് ആയിരുന്നു. അതെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ പോയടുത്തെല്ലാം മാതാവ് ഓരോരുത്തരെ ഏർപ്പാടാക്കി അത് കൃത്യമായി 1.5 മാസം കൊണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തന്നു. 3-4 മാസം എടുക്കുന്നിടത്ത് നമ്മൾ ചെല്ലുമ്പം ഒരു പ്രത്യേകമായ രീതിയിൽ പരിചയക്കാരെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേന ഏർപ്പാടാക്കി അമ്മയുടെ കൃപ കൊണ്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അത് സാധിച്ചു കിട്ടി. പിന്നെ എല്ലാ ദിവസവും ഞാൻ ചെല്ലുന്നതൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഒപ്പം ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഉടമ്പടി തൈലം തേക്കാനും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനും അവർ എന്നെക്കാളും ജാഗ്രതയിലാണ്. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പാലിയേറ്റീവ് കെയറിലും ഓർഫനേജിലും ഫുഡ് കൊടുക്കാനും ഫുഡിനുള്ള പൈസ കൊടുക്കാനും രോഗികൾക്ക് ഞങ്ങൾക്കാവുന്ന പോലെ പൈസ കൊടുക്കാനെല്ലാം സാധിച്ചു. പിന്നെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇത് കൃപാസനത്തിലെ പത്രമാണ്, മാതാവിൻ്റെയാണ്, മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി പേർക്ക് കിട്ടുന്നതാണ്, അത് നിങ്ങൾ വായിക്കുമോ എന്ന് ചോദിക്കും. വായിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കും. വായിക്കില്ല, ഞങ്ങൾക്ക് തന്നാരേ എന്ന് പറയും ചിലർ, പക്ഷെ അവർ വായിക്കാറില്ല, അവർക്ക് ഞാൻ കൊടുക്കാറില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ കാണാറുണ്ട് പല സ്ഥലങ്ങളിലും കൃപാസന പത്രം ഇരിക്കുന്നത്. അതെല്ലാം ഞാൻ എടുത്ത് ഞാൻ ICUവിൻ്റെ അവിടേക്ക് ഞാൻ വെക്കും. കാരണം വളരെ വേദനയോടെ ഇരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവർ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ആ പത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും അതെന്താണെന്ന് നോക്കി ജസ്റ്റ് അവർക്കൊന്നും മനസ്സ് തുറന്നു നോക്കാനും വായിക്കാനുള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടി ഞാൻ നിലത്ത് കിടക്കുന്ന എല്ലാം അടുക്കിപ്പെറുക്കി അവിടെ വെച്ചിട്ട് പോകും. അതുപോലെ പരിശുദ്ധ അമ്മ വഴി ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ കൊന്ത ചെല്ലാൻ ഡ്യൂട്ടി ടൈമിലായാലും ഞാൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വരുന്ന ഓരോ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, അവരുടെ ഓപ്പറേഷന് മുന്നും അവരുടെ ആദികളും വ്യാധികളും കേൾക്കാനും ഓപ്പറേഷൻ കഴിഞ്ഞ് അവരുടെ പെയിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒത്തിരി രോഗികളെ ഞാൻ കണ്ടുമുട്ടുന്നതിൽ അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. കൊന്ത കൂടുതലായിട്ട് ഓരോ ടൈമിങ്ങിൽ എനിക്ക് ചെല്ലാൻ സാധിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ പറഞ്ഞു തരുന്ന ഫീഡിങ് പ്രെയർ, ആ പ്രെയർ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അച്ഛൻ ആ ഫീഡിങ് പ്രെയറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് മുതൽ ഞാൻ മറ്റു പലർക്കും പലതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയും ഈശോയും വഴി ഞങ്ങൾക്ക് ലഭിച്ചു. ഇതിലെല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്